ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഒരു അക്കൗണ്ട് സ്റ്റാഫിനെ ആദ്യം തന്നെ ഹയർ ചെയ്യണം. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ചെറുതായിട്ടാകാം. ആ സമയത്ത് വിചാരിക്കും ഇതൊക്കെ എനിക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ, ഇതിനൊരു അക്കൗണ്ട് സ്റ്റാഫിന് ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഒരു ബിസിനസ് തിരക്കുകളിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിൻ്റെ പല കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാൻ വിട്ടുപോകും. പല പേയ്മെൻറ്റ്സും റെസീറ്റുകളും എല്ലാം വിട്ടുപോകും. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഓഡിറ്റിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ടാക്സ് ഫയലിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് ഇത് നോക്കുക. ആ സമയത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് UPI ഇടപാടുള്ളതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഈ QR കോഡും കാര്യങ്ങളും സ്കാൻ ചെയ്തിട്ടും UPI വഴി പേയ്മെൻറ്റ് ചെയ്തു വിടും. പക്ഷേ ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഇത് എന്തിനാണ് പേയ്മെൻറ്റ് ചെയ്ത് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോക്കുമ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പെൻസ് ആണ് എന്ന് മനസ്സിലാവില്ല, എന്ന കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുണ്ടാവും. ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പല ആളുകളും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെറിയ ബിസിനസ്സുകാരൊക്കെ. പക്ഷെ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിലൊരു അക്കൗണ്ടൻറ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടൻറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമുക്കിതിലുണ്ടാകുന്ന പല എക്സ്പെൻസുകളും നമുക്ക് കുറക്കാൻ കഴിയുന്നുണ്ടാവും, പല എക്സ്പെൻസുകളും അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു നല്ലൊരു അക്കൗണ്ടൻറ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ പല എക്സ്പെൻസുകളും ഇതുപോലെ തന്നെ ഇത് ചെയ്യാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിനെ എടുത്തിട്ടില്ലെങ്കിൽ പോലും, ഇനി ഒരു ഓഫീസ് തന്നെ സെറ്റപ്പ് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ആദ്യം ഒരു അക്കൗണ്ടിങ് സ്റ്റാഫിനെ വെക്കുക. ഇനി അക്കൗണ്ടിങ് സ്റ്റാഫിനെ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് അക്കൗണ്ട്സ് ചെയ്യാൻ ഒരു വിർച്വൽ അക്കൗണ്ടൻറ്റിൻ്റെ സർവീസ് ഉപയോഗപ്പെടുത്തുക.